സ്ട്രെസ് നമുക്ക് ആവശ്യക്കാരനാണോ? നമ്മുടെ ദിവസേനയുള്ള ലൈഫില് നമ്മുടെ മുന്നിൽ അതിഥിയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആ അതിഥിയുടെ പേരാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് ശരിക്കും നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴായിട്ട് ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്. ശരിക്കും സ്ട്രെസ് ആവശ്യമാണോ നമ്മുടെ ലൈഫില്? ഈ സ്ട്രെസ്സിനെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മുടെ ചിന്തകളെ കുരുക്കുന്നു, നമ്മുടെ മുന്നോട്ടുള്ള വഴികളെ കൺഫ്യൂഷൻ ആക്കുന്നു. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കുന്നു. ശരിക്കും ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ? നമ്മുടെ റൊട്ടീൻ ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന, നീ മുന്നോട്ട് പോകണം, നീ ഇത് ചെയ്യാനുള്ളതാണ്, നിനക്ക് ഇത് പറ്റും എന്ന് നമുക്കൊരു ഫോഴ്സ് ആയിട്ട്, ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് നമുക്ക് തരുന്ന ഒരു സംഭവമുണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും? യൂസ്ട്രെസ് എന്ന് പറയും. അങ്ങനെയുള്ള സ്ട്രെസ് നമ്മുടെ ലൈഫിൽ ആവശ്യമാണ്. ഈ സ്ട്രെസ് എപ്പോഴൊക്കെയാണ് വരിക? നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ വരും, നമ്മുടെ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് വരും, നമുക്ക് നമ്മുടെ ദിവസേനയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോഴൊക്കെ സ്ട്രെസ് വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ആ സ്ട്രെസ് നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് എങ്ങനെ ചിന്തിക്കുക? നമുക്ക് ഉപകാരപ്രദമായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന സ്ട്രെസ് ഉണ്ട്. അതിനെ നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ യൂസ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമായ, അത്യാവശ്യമായ ഒരു കാര്യം തന്നെ. എന്നാൽ സ്ട്രെസ് അതിര് കടന്നാലോ അത് നമുക്കൊരു ഭാരമായിട്ട് മാറും. മോട്ടിവേഷൻ നമുക്കൊരു ഭയമായിട്ട് മാറും. നമ്മുടെ ഊർജ്ജം നമുക്കൊരു ക്ഷീണമായിട്ട് മാറും. നമ്മുടെ സന്തോഷം നമുക്കൊരു ഏകാന്തതയായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് സ്ട്രെസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? നമുക്ക് 6 മാസത്തിൽ കൂടുതലായിട്ട് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആ സ്ട്രെസ്സിനെ എന്ത് വിളിക്കും? ഡിപ്രഷൻ എന്ന് വിളിക്കും. ഈ ഡിപ്രഷൻ ആവുമ്പോൾ നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരാളെ സഹായം തേടാവുന്നതാണ്. അപ്പൊ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക: ഈ സ്ട്രെസ് നമുക്ക് ആവശ്യമുള്ളതാണോ? ഈ സ്ട്രെസ് നമ്മളെ ഭരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്ട്രെസ് അതിര് കടക്കാൻ പറ്റുമോ? ഈ സ്ട്രെസ്സിന് ഒരു ബാലൻസ് വേണ്ടേന്ന് നമ്മളോട് ചോദിക്കുക. അപ്പൊ സ്ട്രെസ്സിന് നമ്മളൊരു കൺട്രോൾ വെക്കുകയും സ്ട്രെസ് നമ്മളെ ഭരിക്കാൻ നമ്മൾ സമ്മതം കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു ചോദ്യം വന്നേക്കാം: ഈ സ്ട്രെസ് നമുക്ക് ആവശ്യമാണോ? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു മനുഷ്യനാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചിട്ട് നമ്മളെ സ്വപ്നങ്ങൾ മുന്നോട്ട് പോകുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്ന് നമുക്ക് ഒരു ഉറപ്പ് തരുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ്. അത് നമ്മെ ഭരിക്കപ്പെടേണ്ട ഒരു സാധനമല്ല. എപ്പോഴും ഈ സ്ട്രെസ് നമ്മുടെ പടിവാതിക്കൽ ചെന്നിട്ട് നമ്മളോട് മുട്ടി ചോദിക്കും: ഞാൻ